പ്രിയ സ്നേഹിതരെ, ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരേപോലെ വേതനം കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥനുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ. അയാളുടെ തോട്ടത്തിൽ പല യാമങ്ങളിൽ കടന്നു വന്ന ജോലിക്കാരാ. പണമില്ലാതെ, ജോലിയില്ലാതെ, പ്രതീക്ഷകളില്ലാതെ അലസമായി ചന്തസ്ഥലത്ത് വെറുതെ ഇരുന്നവരാ. ഉദാരമതി ഉടമസ്ഥൻ എല്ലാവർക്കും വേല വാഗ്ദാനം ചെയ്യുന്നു. ആദ്യത്തെ കൂട്ടർ അതിരാവിലെ ഒരു ധനാറ കൂലിക്കായി തോട്ടത്തിലേക്ക് വരുന്നു. 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും ജോലിക്കായി വരുന്നവരുണ്ട്. അവരോട് ഉചിതമായ കൂലി തരാമെന്ന ഉടമസ്ഥൻ വാഗ്ദാനം ചെയ്തത്. ഒടുവിൽ 5-ാമത്തെ കൂട്ടർ 11-ാം മണിക്കൂർ എത്തിച്ചേരുന്നു. ഓർക്കണം, വെറും 1 മണിക്കൂർ മാത്രമേ അവർ അധ്വാനിച്ചുള്ളൂ. ഏറെ സമയം ജീവിതം പാഴാക്കിയവരാ, ദൂർത്തടിച്ചവരാ, സാധ്യതകൾ നശിപ്പിച്ചവരാ. യജമാനൻ അവർക്ക് യാതൊരുവിധ വാഗ്ദാനവും നൽകുന്നുമില്ല. എന്നിട്ടും നിസ്വാർത്ഥം അധ്വാനിക്കുവാൻ അവർ തയ്യാറാകുന്നു. ഒടുവിൽ ദിവസത്തിൻ്റെ അന്തിയിൽ ജോലി അവസാനിച്ചപ്പോൾ 2 വലിയ ആശ്ചര്യകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, അവസാനം വന്നവർക്ക് ആദ്യം കൂലി കൊടുക്കാൻ. ദിവസം മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ചവർക്കല്ല, അവസാനം വന്നവർക്ക് ആദ്യ പ്രതിഫലം. അതിനേക്കാളേറെ ആശ്ചര്യകരം, എല്ലാവർക്കും ഒരേപോലെ വേതനം കൊടുക്കുവാൻ ഉടമസ്ഥൻ നിശ്ചയിച്ചു എന്നതാ. ഈ ലോകം ഈ മുന്തിരിത്തോട്ടം പോലെ തന്നെയാണ്. അതിലുടമസ്ഥൻ ദൈവമല്ലാതെ പിന്നെ ആരാ? വലിപ്പ ചെറുപ്പങ്ങളൊന്നും നോക്കാതെ എല്ലാവർക്കും ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഒരേപോലെ പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കുന്ന യജമാനൻ്റെ പേരാ ദൈവം. യഹൂദനോ വിജാതിയനോ, സ്ത്രീയോ പുരുഷനോ, പാപിയോ വിശുദ്ധനോ എന്നൊന്നും നോക്കാതെ സകല മനുഷ്യർക്കും വേണ്ടി അവൻ വാഗ്ദാനം ചെയ്ത ധനാറ അവൻ്റെ ഏകപുത്രൻ മിശിഹ തന്നെയാ. ആ തിരിച്ചറിവിൻ്റെ എളിമയില്ലാത്തവരാ പലതിനെയും കുറിച്ച് ഓർത്ത് പെറുപിറുക്കുന്നത്. ദൈവദൃഷ്ടി നമ്മളൊക്കെ തുല്യരാണെന്ന്. കപ്പ്യാരും വികാരിയും, നോവീസും നോവീസ് മാസ്റ്ററും, കുറ്റവാളിയും ന്യായാധിപനുമൊക്കെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമന്മാരാണെന്നേ. ക്രിസ്തു കാൽവരി മരിച്ചത് തള്ളിപ്പറഞ്ഞ പത്രോസിന് വേണ്ടി മാത്രമല്ല, ഒറ്റിക്കൊടുത്ത യൂദാസിനും വേണ്ടിയാ. പതി സ്വന്തമാക്കിയ വലത്തുവശത്തെ കള്ളന് വേണ്ടി മാത്രമല്ല, ശപിച്ച് മരിച്ച ഇടതുവശത്തെ കള്ളന് വേണ്ടി കൂടിയാ. അതെ, എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ട, ദൈവം തുല്യമായി പങ്കുവെച്ച ധനാറയാണ് ക്രിസ്തുവെന്ന തിരിച്ചറിവിൽ എളിമപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.